ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പോത്ത് നമുക്ക് തന്നൊരു 8ൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ അപ്പുവാണ് പോത്തിനെയും തിരഞ്ഞെത്തിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതാ കണ്ടോളൂ. തോട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നതാണ്. നമുക്ക് ഇവരെ ആട്ടിക്കൊണ്ടുപോകാം. എന്താ ഭാഗ്യത്തിന് ഇവിടെ ആ ഒരു പാടത്ത് മാത്രമാണ് പഞ്ചിട്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും ഓടിക്കതച്ചു. നമുക്കിവരെ പതിയെ ആട്ടിക്കൊണ്ടുപോകാം കേട്ടോ. അല്ലെങ്കിൽ അവന്മാർ പണി തരും. കണ്ടില്ലേ, എന്താണ് ഇവരെ വിട്ട് കഴിഞ്ഞാലേ നമ്മൾ ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നിട്ട് കയ്യൊന്നും കെട്ടാതെയാണ് വിടുന്നത്. അത് ശരിക്കും ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഒന്നൊന്ന് ഇവിടെ എത്തി. ഇവരെ ഓടിക്കാൻ പറ്റില്ല, കാരണം ഓടിച്ചവരിപ്പോൾ നമുക്ക് ശരിക്കുള്ള പണി തരും. പിന്നെ ഇവർ പിടിച്ചാൽ കിട്ടില്ല. അവർ ഇന്നലെ തന്നെ അതുപോലെയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഇതുപോലെ എന്നൊരു പാടത്തൂടെ ഇതുപോലെ വെള്ളം ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന പാടം, ആ പാടത്തൂടെ എന്നെ കിലോമീറ്ററുകളോളം ഓട്ടിച്ചു. ഇവരെ ഓടുന്ന പോലെ നമുക്ക് ഓടാനും പറ്റില്ല വെള്ളത്തിൽ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഭയങ്കര ഹെവി സ്പീഡാണ് വെള്ളത്തിൽ ഇവർക്ക്. അവൻ്റെ ഏടെ അയലത്ത് നമുക്ക് എത്താൻ പറ്റില്ല ഓടിയാലും. അതുകൊണ്ട് ഓടിക്കാൻ പറ്റില്ല. പതിയെ സമാധാനത്ത് ഇവരെ ആട്ടി വീട്ടിൽ കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇവർ 8ൻ്റെ പണി തരും. മെയ്യാണ് ആശന്മാർ. ഒന്നാമത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അവിടെയൊന്നും കൊയ്ത്ത് കഴിഞ്ഞു, പഞ്ച് ഇട്ടു. വരമ്പത്താണെങ്കിൽ വരമ്പിലെല്ലാം അവർ മറ്റേ പുല്ല് അരിയണ മെഷീൻ വെച്ചിട്ട് പുല്ലെല്ലാം കട്ട് ചെയ്തു. അതുകൊണ്ട് പുല്ലില്ല. നമ്മൾ കൊണ്ടുവന്ന ആ തൊടിയിലും അത്യാവശ്യം ഇവർ കനാലുകളിലൊക്കെ വിട്ടിട്ട് തൊടിയിലും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് മേയാനുള്ളൊരു സ്ഥലം ഇപ്പോൾ കുറഞ്ഞു. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പുല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുല്ല് തിരഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. നമ്മളിന് പഴയതുപോലെ ഇപ്പോൾ അച്ഛന് വയ്യ. അതുകൊണ്ട് അച്ഛൻ പുല്ല് അരിയാനും പോകുന്നില്ല. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. കാരണം മൂപ്പർക്ക് വയ്യ. പിന്നെ ഒന്നാമത് പുല്ലില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ദൂരെ പോയി അരിഞ്ഞ് കൊണ്ടുവരണം. റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ട് വൈക്കോല് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കെട്ടിന് 300 രൂപയാട്ടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു കെട്ട് വൈക്കോലിന്. ഞാൻ പറയാറില്ലേ, നമുക്കിത് വെറുതെ ഒരു കച്ചവടം മാത്രമായിട്ടല്ല നമ്മൾ ഇവറ്റകളെ നോക്കുന്നത്. നമ്മൾ എന്ത് ജീവികളാണെങ്കിലും വീട്ടിൽ നോക്കുന്നത് അത്രയ്ക്കും കെയറോടെ ആട്ടോ. നമ്മൾ എന്ത് കാര്യത്തിൽ, ഇപ്പോൾ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പശുവാണെങ്കിലും പോത്താണെങ്കിലും എന്താണെങ്കിലും നമ്മളതിന് ഭയങ്കര കെയറോട് കൂടിയിട്ട് നോക്കുക. നമ്മളത് നിങ്ങൾ ഇന്നലെ നൈറ്റത്തെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ വന്നിട്ട് ആ സമയത്താണെങ്കിൽ പോലും അവർക്ക് തവിട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് തവിട് കൊടുത്ത് തൊഴുത്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിക്ക് ആക്കി ചെയ്യും. കാരണം നമ്മൾ അതിൻ്റെ കെയറും കൂടിയിട്ട് നമുക്ക് പ്രധാനമാണ്. നമ്മൾ വെറുതെ കാശിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും വളർത്തുക അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മളവരെ നല്ല രീതിക്ക് വളർത്തണം. അവരും അതുപോലെ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ചില കുറുമ്പുകളൊക്കെ കാണിക്കും, നമുക്ക് ചില പണികളൊക്കെ തരാറുണ്ടെങ്കിൽ പോലും നമ്മൾ വിളിച്ച നമ്മളിപ്പോൾ ഇവർ എവിടെയെങ്കിലാണ് നമ്മളൊന്ന് വിളിച്ചാൽ വരാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും അവർക്കും നല്ലൊരു സ്നേഹമാണ് നമ്മളടുത്ത്. എല്ലാവരും പറയും പോത്തിനെ പോലെ പോത്തി, പക്ഷേ സത്യം പറഞ്ഞാൽ പോത്തിന് ഭയങ്കര ബുദ്ധിയാട്ടാ. അതുപോലെ ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. നമ്മൾ വിളിച്ചാലായിക്കോട്ടെ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ ശരിക്കും നല്ല ബുദ്ധിയാട്ടാ. ഞാൻ വളർത്താൻ തുടങ്ങിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പോത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് നന്നായി ഇണക്കി വളർത്തിയാൽ അതിനെപ്പോലെ ബുദ്ധിയുള്ളൊരു ജീവിയില്ല. നമ്മുടെ പട്ടീനൊക്കെ പോലെ തന്നെയാണ്. പട്ടിയുടെ അത്രയ്ക്കും ഇല്ലെങ്കിൽ അവരും കാര്യങ്ങൾ അറിയാനും നമ്മളോട് നല്ല സ്നേഹമാണ്. അതാണ് ശരിക്കും ഇണക്കി അവരെ വളർത്തണം. നമ്മളല്ലാതെ കാശിനെ ഒരു വളർത്തണം ഒരു ബിസിനസ്സായി മാത്രം കണ്ട് അവരെ ഒരു വളർത്തുമ്പോൾ അവരും നമ്മളെ ആ രീതിയിൽ കാണുള്ളൂ. മറിച്ച് നമ്മളെ എന്താ പറയുക, അവരൊരു പെറ്റായിട്ട് കണ്ട് വളർത്തുമ്പോൾ അവരും നമ്മളടുത്ത് അതുപോലെ തന്നെ ആയിരിക്കും. അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ദൂരെ നിന്ന് പൊന്നു വരുന്നുണ്ട്. അതാ വരുന്നുണ്ട്. പൊന്നു വരട്ടെ, പൊന്നെന്തായാലും വരട്ടെ. നമുക്ക് ഇവരെ പതിയെ ആട്ടിക്കൊണ്ടുപോവാം. നമ്മുടെ പോത്തുകളെയും കൊണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എത്തിയിട്ടുണ്ടതാ. നമ്മുടെ പോത്തപ്പന്മാർ അവരെ ആട്ടാനുള്ള വടിയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ പോത്തുകളെയും കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ കണ്ടം പൂട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇവർ മെയ്യുന്ന പാടത്തും ഫുള്ളും വെള്ളം കയറിയതുകൊണ്ടും ഇവർക്ക് മേൻ എവിടെയും സ്ഥലവും ഇല്ല കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നടന്നതാ നടു പാടത്തൊക്കെ വരും. പോത്ത് വളർത്തുമ്പോഴൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ പോത്തിൻ്റെ കൂടെ ഓടാൻ പാകത്തിന് ഒരാൾ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോത്ത് വളർത്തൽ പറ്റില്ല ഗൈസ്. കാരണം ഇവരറിയാലോ വലിച്ചിട്ടോടും. പോത്ത് വളർത്തി പരിചയമുള്ളവർക്ക് അറിയാം, ഇവർ വലിച്ചിട്ടോടും. പിന്നെ നമുക്ക് നിറയെ പറമ്പുകൾ, ഏക്കർ കണക്കിന് പറമ്പുകളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കെട്ടിയിട്ട് വളർത്താൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് അതൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ മേയാൻ വിടുന്നത്. ഇവിടെ മേയാൻ നിറയെ സ്ഥലമുണ്ട്. പക്ഷേ ഈ കൃഷി ടൈം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. കാരണം ഫുള്ളും പാടങ്ങളാണ്. പഞ്ച് ഇട്ടിട്ടുണ്ട്, പൂട്ടുന്നുണ്ട്. അപ്പോൾ പൂട്ടൽ കഴിഞ്ഞപ്പോൾ വിത്തിടലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുകളെ വിടാൻ നമുക്ക് പേടിയാണ്. കാരണം
കൃഷി നമ്മൾ നശിപ്പിക്കാൻ പാടില്ലല്ലോ. പോത്തുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അവർ മേയാനില്ലാണ്ടാവുമ്പോഴാണ് ഇങ്ങനെ ഇറങ്ങണത്. അവിടെ നിന്ന് മേയുന്നുണ്ട് കേട്ടോ. അപ്പു അത് അവൻ്റെ കൂടെ തന്നെ നിന്ന് അവനെ ആട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ ആട്ടി വീട്ടിൽ കൊണ്ടുപോകാം ഗൈസ്. വീട്ടിൽ കൊണ്ടുപോകല്ല, നമ്മൾ അവിടെ തോട്ടിൽ കഴുകാമെന്ന് വെച്ചിട്ടാണ് വന്നത്. നമ്മൾ തോട്ടിലുണ്ടാവുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരിതാ നാട്ട് പാടത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പോത്തുകൾ വേണ്ട. എന്നാൽ അവിടുത്തെ ഓട്ടം കഴിഞ്ഞിട്ട് അടുത്തത് തോട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരുത്തനതാ വരമ്പിൽ കൂടെ നമ്മൾ ഓട്ടിക്കാനായിട്ട് ഗൈസ്. നമ്മളെയല്ല അപ്പൂനെ. അപ്പോൾ അവന്മാർ രണ്ടാളും വെള്ളത്തിൽ നിന്നിട്ട് അവൻ വരുന്നുണ്ടോ നോക്കുന്നുണ്ട്. അവസാനം ഇവൻ്റെ കൂടെ അവൻ വന്നു കേട്ടോ. ഇവിടെ തന്നെ ചാടി വെള്ളത്തിലൊക്കെ വന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് പോത്ത് വന്നിട്ടുള്ള ഒരു 8ൻ്റെ പണിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.